ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പച്ചരി കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലൊരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് പച്ചരി നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിരുന്നതാണ്. നന്നായി കഴുകിയതിന് ശേഷം ഒരു 3 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്നു. ഈ ഒരു പച്ചരി കുതിരാനായിട്ട് വെച്ചിരുന്ന ആ ഒരു വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പച്ചരിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 250 ml കപ്പിന്റെ അളവിൽ 1/2 കപ്പ് മൈദപ്പൊടിയാണ്. ഇതേ കപ്പിൽ 1 കപ്പ് പച്ചരി ഇട്ടുകൊടുത്തത് കൊണ്ടാണ് ഈ ഒരു കപ്പിന്റെ അളവിനനുസരിച്ച് തന്നെ ഞാൻ മൈദപ്പൊടിയും 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പ് അളവിൽ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയതിനു ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലും ഈ പലഹാരം കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചോറാണ്. റേഷനരി ചോറോ സാദാ ചോറോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. 1/4 കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 4 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ള് ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജീരകത്തിൻ്റെ മണം ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയതാണ്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം വെച്ചിട്ട് അതിലാണ് 200 ഗ്രാം അളവിലുള്ള ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് മുഴുവനായിട്ടും ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ആദ്യം നന്നായിട്ട് കട്ടിയായിട്ട് അരഞ്ഞു കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇത് അരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് വെള്ളമില്ലാത്ത ആ ഒരു പരുവം വരുമ്പോൾ അരയാനുള്ള ബുദ്ധിമുട്ടായിട്ട് വരുന്ന സമയത്ത് മാത്രം ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നുകൂടി അരച്ചെടുക്കുക. അങ്ങനെ ഞാനിവിടെ അരച്ച മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളത്തിൻ്റെ ആ ഒരു അളവ് ഞാനിപ്പോൾ കാണിച്ചു തരാം. 1/4 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഈ ഒരു കപ്പിനാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത്രയും മതി. ഇനി ഞാൻ ഇതിൻ്റെ മാവിൻ്റെ പരുവം കാണിച്ചു തരാം. ഒരുപാട് ലൂസ് ആവാതെ കുറച്ച് കട്ടിയായിട്ട് ഇതുപോലെ വേണം മാവിരിക്കാൻ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പരുവം മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ കുഴിയപ്പത്തിൻ്റെ ചട്ടിയിലാണ്. ഒന്നുകൂടെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇരുമ്പിൻ്റെ കുഴിയപ്പച്ചട്ടിയിലാണ്. അതില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെടുത്തത്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഇതുപോലെ ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് കനം കുറഞ്ഞ ഒരു ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പുറമേ കരിഞ്ഞു പോവുകയും അകമൊന്നും വേവാതിരിക്കുകയും ചെയ്യും. ഇത് വേവാനായിട്ട് എത്ര സമയം എടുക്കുന്നോ അത്രയും സമയം വരെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്ന് വേവിച്ചെടുക്കുക. കനം കുറഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. ഒരുപാട് സമയമൊന്നും വേണ്ട. ആദ്യം ഒഴിച്ചു കൊടുത്തതെല്ലാം വേവാനുള്ള സമയമായിട്ടുണ്ട്. അതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത് 1-2 സെക്കൻഡ് ആകുമ്പോൾ തന്നെ ആ ഒരു ഭാഗം കൂടെ വെന്ത് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോന്നായി എടുത്തു മാറ്റുകയും ചെയ്യാം. ഇനി വേവാനുള്ളതിനെയൊക്കെ ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം കൂടെ വേവിച്ചെടുത്തിട്ട് ഓരോന്നായി എടുത്തു മാറ്റാം. ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ നമുക്ക് പച്ചരി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയാക്കി എടുക്കാം. വലുതായിട്ട് എണ്ണ കുടിക്കുകയില്ല. ഇപ്പോൾ ഇതെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായി എടുത്തു മാറ്റാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഞ്ഞ് പോലത്തെ പലഹാരം റെഡിയായി കിട്ടി. ഇത് ഞാനിനി ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം, ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.